ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വാക്കിംഗ് ഡെഡ് ഫ്രാഞ്ചൈസിന്റെ ആദ്യത്തെ സ്പിൻ ഓഫ് സീരീസ് ആയ ദ വാക്കിംഗ് ഡെഡ് ഡെഡ് സിറ്റി എന്ന് പറയുന്ന സീരീസ് ആണ്. ദ വാക്കിംഗ് ഡെഡ് സീരീസ് എവിടെ അവസാനിക്കുന്നോ അവിടെ തന്നെയാണ് ദ വാക്കിംഗ് ഡെഡ് ഡെഡ് സിറ്റി എന്ന സീരീസിന്റെയും സ്റ്റോറി സ്റ്റാർട്ട് ആകുന്നത്. വാക്കിംഗ് ഡെഡിലെ ക്യാരക്ടേഴ്സ് ആയ മേഗിയെയും നീഗനെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥയാണ് ഈ സീരീസ് നമ്മളോട് പറയുന്നത്. ഈ സീരീസിൽ ഇതുവരെ 6 എപ്പിസോഡ്സ് ആണ് റിലീസ് ആയിട്ടുള്ളത്. അടുത്ത സീസൺ 2025 തുടക്കത്തോടു കൂടി തന്നെ റിലീസ് ആകും എന്നാണ് AMC സ്റ്റുഡിയോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് നേരെ റിവ്യൂവിലേക്ക് കിടക്കാം. ഞാൻ ഈ സീരീസ് കാണാൻ കാരണം എന്ന് പറയുന്നത് നീഗൻ എന്ന് പറയുന്ന ആന്റഗോണിസ്റ്റ് ക്യാരക്ടർ തന്നെയാണ്. വാക്കിംഗ് ഡെഡിൽ ഇതുവരെ വന്നതിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആന്റഗോണിസ്റ്റ് ക്യാരക്ടറാണ് നീഗനും നീഗന്റെ ഗ്രൂപ്പായ സേവിയർ എന്ന് പറയുന്ന ആ ഒരു സംഘം. അപ്പോൾ സ്പിൻ ഓഫ് സീരീസ് ആയപ്പോഴും അതേ എക്സ്പെക്ടേഷനോട് കൂടി തന്നെയാണ് ദ വാക്കിംഗ് ഡെഡ് ഡെഡ് സിറ്റി എന്ന് പറയുന്ന സീരീസ് ഞാൻ കാണുന്നത്. ഈ സീരീസിന്റെ പ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ മേഗിയുടെ മകനായ ഹെർഷലിനെ പഴയ സേവിയർ ഗ്രൂപ്പിലെ ആളുകൾ തട്ടിക്കൊണ്ടു പോകുന്നിടത്താണ്. ഈ ഹെർഷലിനെ തേടി മേഗി നീഗന്റെ അടുത്ത് പോകുന്നതും തുടർന്ന് ഇവർ രണ്ടും തന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ ഹെർഷലിനെ രക്ഷിക്കാൻ പോകുന്നിടത്തുമാണ് ഈ സീരീസിന്റെ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ആകുന്നത്. ദ വാക്കിംഗ് ഡെഡ് ഡെഡ് സിറ്റി എന്ന് പറയുന്ന സീരീസ് ന്യൂയോർക്കിന്റെ ഒരു സോംബി അറ്റ്മോസ്ഫിയറിലാണ് കഥ പറയുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിന്റെ മേക്കേഴ്സിന് സീരീസിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അതോടുകൂടി തന്നെ നീഗനെയും മാഗിയെയും കൃത്യമായ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റും ഗ്രോത്തും അതോടുകൂടി തന്നെ ഇവരുടെ ഒരു കോൺഫ്ലിക്റ്റും യൂണിറ്റിയും എല്ലാം തന്നെ കൃത്യമായി പറയാൻ ഇവർക്ക് ഫസ്റ്റ് സീസണിൽ തന്നെ സാധിച്ചു. അതേപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ടത് ഡെഡ് സിറ്റിയിൽ വരുന്ന മെയിൻ ആന്റഗോണിസ്റ്റ് ക്യാരക്ടറായ ക്രോവാറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അതും അത്യാവശ്യം ഡീസന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പൈലറ്റ് എപ്പിസോഡ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ എപ്പിസോഡുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ലാഗ് ഫീൽ ചെയ്തു. പക്ഷെ അവർ കൃത്യമായി തന്നെ സീസൺ 1 സീസൺ 2 ഒരു ബേസ് അവർ ഇട്ടിട്ട് തന്നെയാണ് പോയത്. ഓവറാൾ പറയുകയാണെങ്കിൽ ഡെറിൽ ഡിക്സൺ സീസൺ 1 പോലെ തന്നെ ഒരു ആവറേജ് ഫസ്റ്റ് സീസൺ ഫീലാണ് എനിക്ക് കിട്ടിയത്. ബട്ട് സെക്കൻഡ് സീസൺ അവര് ഡെറിൽ ഡിക്സൺ പോലെ ഒരു ഹൈ മൊമെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്താൽ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ആകാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു സീരീസ് ആയിട്ടാണ് ദ വാക്കിംഗ് ഡെഡ് ഡെഡ് സിറ്റി എന്ന സീരീസ് എനിക്ക് ഫീൽ ചെയ്തത്. സോ നിങ്ങളുടെ റിവ്യൂവും കമന്റിൽ രേഖപ്പെടുത്തുക. സോ ദാറ്റ് വാസ് എ വീഡിയോ ഗൈസ്.